നമസ്കാരം. ഇനി എത്ര വെള്ളാപ്പള്ളിമാർ കുടുങ്ങും? മുഖ്യമന്ത്രി പിണറായി വിജയനെ സുഖിപ്പിക്കുക, മാറി നിന്ന് CPM-നെ കടന്നാക്രമിക്കുക, കൊഞ്ഞനം കുത്തുക. ഈ ഒരു തന്ത്രമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പയറ്റി വന്നിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങളിൽ അത് വ്യക്തവുമാണ്. എന്നാൽ ഈ തന്ത്രം ഇപ്പോൾ പാളിയിരിക്കുകയാണ്. CPM ഒരു തീരുമാനമെടുത്താൽ അതിൻ്റെ ഒപ്പം നിൽക്കാൻ മാത്രമേ മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാരിലെ CPM മന്ത്രിമാർക്ക് സാധിക്കുകയുള്ളൂ. വെള്ളാപ്പള്ളി നടേശന്റെ മകനായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന കേസ് ഒരു തുടക്കം മാത്രമാണ്. മാലപ്പടക്കം പൊട്ടും പോലെയാണ് ഇനി വെള്ളാപ്പള്ളിമാരുടെ സാമ്രാജ്യം തകർന്നടിയാൻ പോകുന്നത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളിയെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് ചേർത്തല പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ വെള്ളാപ്പള്ളിമാർക്കെതിരെ നടക്കുന്ന ഈ വിജിലൻസ് കേസിന് പുറമെയാണിത്. SNDP യോഗം ചേർത്തല യൂണിയനിൽപ്പെട്ട പള്ളിപ്പുറം ശാഖായോഗത്തിലെ ഗുരുചൈതന്യം സ്വയം സഹായ സംഘത്തിന്റെ പരാതിയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വിശ്വാസ വഞ്ചന, അതോടൊപ്പം തന്നെ ചതി ഉൾപ്പെടെ ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തിയാണ് വെള്ളിയാഴ്ച കോടതിയിൽ FIR സമർപ്പിച്ചിരിക്കുന്നത്. അതായത് എപ്പോൾ വേണമെങ്കിലും വെള്ളാപ്പള്ളിയുടെ പുത്രനെ പിണറായിയുടെ പോലീസിനെ അറസ്റ്റ് ചെയ്യാമെന്നത് വ്യക്തമാണ്. ഈ തട്ടിപ്പ് നടക്കുമ്പോൾ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാനായിരുന്നു തുഷാർ. നിലവിൽ SNDP യോഗം വൈസ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ NDA സംസ്ഥാന കൺവീനറുമാണ്. ഈ കേസിൽ SNDP യോഗം ചേർത്തല യൂണിയൻ കൺവീനറായിരുന്ന അന്തരിച്ച KK മഹേശൻ ഒന്നാം പ്രതിയും ഓഫീസ് ജീവനക്കാരനായിരുന്ന സുരേന്ദ്രൻ മൂന്നാം പ്രതിയുമാണ്. 2018 മെയ് 4 സംഘടന മുഖേന യൂണിയൻ ബാങ്ക് കലവൂർ ശാഖയിൽ നിന്ന് ലഭ്യമാക്കിയ 6.5 ലക്ഷം രൂപയുടെ വായ്പ തട്ടിപ്പിന് ഉപയോഗിച്ചതായാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. പലിശ ഇനത്തിൽ തന്നെ 1,11,465 രൂപ ഉൾപ്പെടെ നിശ്ചിത ഗഡുക്കളായി യൂണിയൻ ഓഫീസിൽ കൃത്യമായിട്ട് അടച്ചെങ്കിലും അവിടെ നിന്ന് ബാങ്കിന് നൽകിയിരുന്നില്ല. 1/2 ലക്ഷത്തോളം രൂപ മാത്രമാണ് യൂണിയൻ അടച്ചിരിക്കുന്നത്. ശേഷിച്ച തുക പ്രതികൾ കൈക്കലാക്കുകയായിരുന്നു. തുടർന്ന് വായ്പാ തുകയും പലിശയും പൂർണ്ണമായും അടച്ച് വായ്പാ ഇടപാട് അവസാനിപ്പിച്ചതായിട്ട് യൂണിയൻ ഓഫീസിലെ പാസ്ബുക്കിൽ രേഖപ്പെടുത്തിയ ശേഷം സീൽ പതിപ്പിച്ച് സംഘത്തിന് നൽകിയെന്ന് പോലീസിന്റെ FIR-ൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അംഗങ്ങൾക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചതോടെയാണ് ഈ തട്ടിപ്പ് വെളിപ്പെട്ടിരുന്നത്. സംഘത്തിലെ അംഗങ്ങൾ യൂണിയൻ ഭാരവാഹികളെ സമീപിച്ചപ്പോൾ ഉടൻ പ്രശ്നം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിക്കപ്പെട്ടിരുന്നില്ല. ഇതോടെയാണ് അവർ പോലീസിൽ പരാതിപ്പെടുവാൻ പോലും നിർബന്ധിതരായി മാറിയത്. നിലവിലെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T അനിയപ്പൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നൽകിയ ഉറപ്പ് പോലും പാലിക്കാത്തതിനാലാണ് കേസെടുത്തതെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ വ്യക്തമാണ്. വെള്ളാപ്പള്ളിമാർക്കെതിരെ വരുന്ന പരാതികളിൽ വസ്തുത മനസ്സിലാക്കിയ ശേഷം മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാനാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഈ ഒരു നിർദ്ദേശം ചേർത്തല പോലീസ് പാലിച്ച സാഹചര്യത്തിൽ പരാതി നൽകിയിട്ട് കാര്യമില്ലെന്ന് കരുതി മാറി നിന്നവരും പുതിയ പരാതികളുമായിട്ട് ഇനി എത്താനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അങ്ങനെ വന്നാൽ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ വെള്ളാപ്പള്ളിമാർക്കെതിരെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. ചേർത്തലയിലെ 102 സംഘാംഗങ്ങൾക്ക് യൂണിയൻ ബാങ്ക് 2013 മുതൽ നൽകിയ 4.42 കോടി രൂപയും പലിശയും കുടിശ്ശികയുള്ളതായാണ് ലഭിക്കുന്ന വിവരം. 1200ഓളം കുടുംബങ്ങളാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. 3 സംഘങ്ങൾ ഇതിനകം തന്നെ പരാതിയുമായിട്ട് പോലീസിനെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും. മകനെ BJP പാളയത്തിൽ എത്തിക്കുകയും BJPക്ക് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുവാൻ അണിയറയിൽ ചരട് വലിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കാൻ അണിയറയിൽ ചരട് വലിക്കുകയും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ തന്റെ പിൻഗാമിയായിട്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ ഉയർത്തിക്കാട്ടുന്നത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതോടുകൂടി തുഷാർ വെള്ളാപ്പള്ളി ആ സ്ഥാനത്ത് എത്തുമെന്നും അതോടെ പൂർണ്ണമായിട്ടും SNDP യോഗത്തെ കൈപ്പിടിയിലാക്കാമെന്നുമാണ് സംഘപരിവാർ നേതൃത്വമടക്കം ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. 2031 കേരളം ഭരണം പിടിക്കുക എന്ന BJPയുടെ അജണ്ടയിൽ SNDP യോഗത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച മറ്റു ചില പരിമിതികൾ ഉള്ളതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ BJP താല്പര്യം അത് അതേ രൂപത്തിൽ SNDP യോഗത്തിൽ നടപ്പാക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നാൽ NDA ഘടകകക്ഷിയായ BDJS അധ്യക്ഷൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തെത്തിയാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്നാണ് BJP നേതൃത്വം കരുതുന്നത്. വെള്ളാപ്പള്ളിയും ഈ അജണ്ടയ്ക്ക് ഒപ്പമാണ് നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രഹസ്യമായിട്ടും പരസ്യമായും വെള്ളാപ്പള്ളി നടേശൻ സഹായിച്ചതും BJPയെയാണ്. തൻ്റെ പിൻഗാമിയായ തുഷാർ വെള്ളാപ്പള്ളിയെ
ഒരു കേന്ദ്രമന്ത്രിയായിട്ട് കാണണമെന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ആഗ്രഹം. അതിനുള്ള ചരട് വലികൾ അദ്ദേഹം നടത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ കേരള പോലീസ് ഇപ്പോൾ കുരുക്കിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ കേസുകൾ ഇതിന് പിന്നാലെ വരുമെന്നതും രജിസ്റ്റർ ചെയ്തത് ഗൗരവമുള്ള കേസായതിനാലും തുഷാറിനെ രാജ്യസഭാ അംഗമാക്കാനോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാക്കാനോ BJP നേതൃത്വത്തിന് ഇനി സാധിക്കുകയുമില്ല. അതാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെയാണ് കേരള പോലീസ് പൂട്ടിയതെങ്കിൽ അധികം വൈകാതെ വെള്ളാപ്പള്ളി നടേശനെതിരായ കുരുക്കും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ അടക്കം പ്രതിയാക്കി മുൻപ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ തന്നെ പുറത്തു വരും. വിജിലൻസിന്റെ അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് ഇപ്പോൾ 1 മാസം തികയാറായി. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ നിലപാടാണ് നിർണായകമാകുക. ഈ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ വെള്ളാപ്പള്ളിക്കുള്ള കുരുക്ക് മുറുകുമെന്നാണ് CPI നേതൃത്വം ഇപ്പോൾ കരുതുന്നത്. അന്വേഷണ റിപ്പോർട്ട് അത് വെള്ളാപ്പള്ളിക്കെതിരായാൽ അത് വലിയൊരു തിരിച്ചടിയാണ് SNDP യോഗ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി കുടുംബത്തിനും ഉണ്ടാക്കുന്നത്. കേസിന്റെ പുരോഗതി റിപ്പോർട്ട് നേരത്തെ തന്നെ വിജിലൻസ് സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് K. ബാബു അന്വേഷണം 1 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന പുതിയ നിർദ്ദേശം നൽകിയിരുന്നത്. ഇതിലെ അപകടം തിരിച്ചറിഞ്ഞാണ് പിണറായിയെ പ്രീതിപ്പെടുത്തുവാനായിട്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനയുമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത്. പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലി കൊണ്ട് ഇടതുപക്ഷത്തിന് വോട്ട് കുറഞ്ഞിട്ടില്ലെന്നുമാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് 3ാമതും ഇടതുപക്ഷ സർക്കാർ തന്നെ തുടരാനാണ് സാധ്യതയെന്നും വെള്ളാപ്പള്ളി തട്ടിവിട്ടിരുന്നു. എന്നാൽ ഈ പ്രതികരണത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിച്ചാണ് ഇപ്പോൾ പുതിയ ഒരു കേസ് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിരിക്കുന്നത്. സ്വന്തം തടി കേടാവാതിരിക്കുവാൻ വെള്ളാപ്പള്ളി കാട്ടിക്കൂട്ടുന്ന അഭ്യാസമൊന്നും തന്നെ ഇനി ഇടതുപക്ഷ സർക്കാരിൽ വില പോവില്ലെന്ന് വ്യക്തമാക്കുന്ന നടപടിയാണിത്. കാരണം കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നത് വെള്ളാപ്പള്ളിയുടെ പിന്തുണയിലല്ല. അങ്ങനെ ഒരു സ്വാധീനം സ്വന്തം സമുദായത്തിൽ പോലും വെള്ളാപ്പള്ളിക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. കേന്ദ്രസേനയുടെ സുരക്ഷയിൽ കറങ്ങി നടക്കുന്ന വെള്ളാപ്പള്ളി അവസരവാദ രാഷ്ട്രീയമാണ് ഇത്രയും കാലം പയറ്റിയിരുന്നത്. അത് ഈഴവ സമുദായവും ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിക്ക് ഈഴവ സമുദായത്തിൽ സ്വാധീനമില്ലെങ്കിലും SNDP യോഗം എന്ന മഹത്തായ പാരമ്പര്യമുള്ള ഒരു സംഘടനയെ അദ്ദേഹം കാവ്യവൽക്കരിക്കുവാനായിട്ട് അവസരം നൽകിയാൽ അത് വലിയ പ്രത്യാഘാതമാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് SNDP യോഗത്തിൽ ഇടപെടുമെന്ന് CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പിന്നോക്ക ഈഴവ വിഭാഗങ്ങളിൽ സ്വാധീനമുള്ളത് CPM-നാണ്. ഈ സ്വാധീനം തകർക്കാതെ BJPക്ക് ഒരിക്കലും കേരളത്തിൽ മുന്നേറാനായിട്ട് കഴിയുകയില്ല. വെള്ളാപ്പള്ളിയുടെ മകന്റെ പാർട്ടിയായ BDJS-ന് ഈഴവ വിഭാഗത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള BDJS സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ തന്നെ അതിന് ഉദാഹരണമാണ്. എന്നാൽ SNDP യോഗത്തിൻ്റെ അവസ്ഥ അതല്ല. ഈഴവ വിഭാഗത്തിൽ തന്നെ നല്ല സ്വാധീനം ആ സംഘടനയ്ക്കുണ്ട്. CPM ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ധാരാളം SNDP യോഗത്തിൽ ഉണ്ടെങ്കിലും രാഷ്ട്രീയ നിലപാട് വരുമ്പോൾ അവർ വിശ്വസിക്കുന്ന പാർട്ടികൾക്കൊപ്പമാണ് നിൽക്കുന്നതാണ് പതിവ്. ഈ പതിവ് രീതി തെറ്റിക്കാൻ വെള്ളാപ്പള്ളിയുടെ നാവിനെയാണ് BJP ഇത്തവണ ഉപയോഗപ്പെടുത്തിയത്. വിദ്വേഷം പടർത്തുന്ന പ്രതികരണം അത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന രൂപത്തിൽ വെള്ളാപ്പള്ളി നടത്തിയതും യോഗം ശാഖകൾ വഴി നടത്തിയ അത്തരം ഇടപെടലുകളും ഒരു വിഭാഗം ഈഴവ വോട്ടുകൾ BJP പാളയത്തിൽ എത്താൻ കാരണമായിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണവും CPM തന്നെയാണ്. വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത് തന്നെ വലിയ ഒരു തെറ്റായിരുന്നു. ഇങ്ങനെ ഇടതുപക്ഷ സർക്കാരുമായിട്ട് അടുത്തു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ BJPക്ക് അനുകൂലമായിട്ട് കളമൊരുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്ന SNDP അംഗങ്ങളിലെ ഒരു വിഭാഗവും ആ ഒരു കളത്തിൽ വീണു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ ഉൾപ്പെടെ BJPക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നത്. VS അച്യുതാനന്ദൻ എതിർത്തതുപോലെ ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണം വെള്ളാപ്പള്ളിക്കെതിരെ CPM നടത്തിയിരുന്നുവെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഈ വോട്ട് ബാങ്ക് ചോരാതെ നോക്കാൻ കഴിയുമായിരുന്നു. BJPക്ക് ഇതുവരെ ലഭിച്ചിരുന്ന പ്രധാനമായിട്ടും മുന്നോക്ക വോട്ടുകൾ ആയിരുന്നെങ്കിൽ ശബരിമല വിവാദം വന്നതോടുകൂടി ഈഴവ വോട്ട് ബാങ്കിലും അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം നിപ്പയും പ്രളയവും കോവിഡും സൃഷ്ടിച്ച പ്രതിസന്ധിയും അതുപോലെ തന്നെ അതിനെ അതിജീവിക്കാൻ പിണറായി സർക്കാർ സ്വീകരിച്ച നടപടികളുമാണ് 2021 ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച നേടിക്കൊടുത്തിരുന്നത്. അല്ലായിരുന്നുവെങ്കിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുമായിരുന്നു. വിശ്വാസത്തിനും അപ്പുറം ജനങ്ങളുടെ വിവേകമാണ് 2021 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിരുന്നത്. ഈ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ വോട്ടുകൾ ഭദ്രമാണെന്ന തോന്നൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ട്.
അവിടെയാണ് അവർക്ക് പിഴച്ചത്. ശബരിമല പ്രക്ഷോഭകാലത്ത് BJP-യിലേക്ക് പോയ ഇടതുപക്ഷ വോട്ടുകൾ ഇപ്പോഴും BJP പെട്ടിയിലേക്ക് വീഴുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയ സർക്കാരാണ് ഇതെന്ന് പറഞ്ഞു തന്നെയാണ് വിശ്വാസികൾക്കിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP വോട്ട് ചോദിച്ചത്. അവരുടെ കുടുംബയോഗങ്ങളിൽ പോലും അത് പ്രകടമായിരുന്നു. ഈ വികാരം വീണ്ടും ഉണർത്തുന്നതിൽ NSS അതുപോലെ തന്നെ SNDP സംഘടനകളിലെ പ്രബല വിഭാഗവും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് 20% വോട്ടുകൾ BJPക്ക് നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റിൽ അട്ടിമറി വിജയം നേടിയ BJP 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതും 9 ഇടത്ത് രണ്ടാമതും എത്തിയിട്ടുണ്ട്. തൃശൂരിൽ BJPയുടെ വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകളും നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. മുസ്ലിം ലീഗിനും അതോടൊപ്പം തന്നെ മുസ്ലിം സംഘടനകൾക്കും പോലും ഇല്ലാത്ത വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ വൈകാരികമായി തന്നെ ന്യൂനപക്ഷ വിഷയങ്ങളിൽ CPM ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു പരിഗണനയും മുസ്ലിം സമുദായത്തിൽ നിന്നും ഇടതുപക്ഷത്തിന് ലഭിച്ചില്ല എന്നതും ഒരു വസ്തുതയാണ്. മുസ്ലിം സമുദായത്തിൻ്റെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഏറ്റവും ശക്തമായി പ്രതികരിച്ചതും പ്രക്ഷോഭം നടത്തിയതും CPM-ഉം അതോടൊപ്പം തന്നെ അവരുടെ വർഗ ബഹുജന സംഘടനകളുമാണെങ്കിൽ അതിൻ്റെ എല്ലാം നേട്ടം കൊണ്ടുപോയത് തന്നെ കോൺഗ്രസും ലീഗും തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് 20-ൽ 18 സീറ്റുകളിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. BJP വോട്ട് വർദ്ധിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ആലത്തൂരിൽ പോലും ഇടതുപക്ഷം പരാജയപ്പെടുമായിരുന്നു. ഇവിടെ രമ്യ ഹരിദാസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ നല്ലൊരു പങ്ക് BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച പ്രൊഫസർ സരസുവിൻ്റെ പെട്ടിയിലാണ് വീണിരുന്നത്. കണക്കുകൾ വ്യക്തമാക്കുന്നതും അതുതന്നെയാണ്. ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-നെ തകർക്കുക എന്നതാണ് BJP-യുടെയും അതോടൊപ്പം തന്നെ RSS-ൻ്റെയും പ്രധാനപ്പെട്ട അജണ്ട. അതിനുവേണ്ടിയിട്ട് ആരുമായും കൂട്ടുകൂടാൻ അവർ ഒരുക്കമാണ്. SNDP യോഗത്തെ BJP ഉപയോഗപ്പെടുത്തുന്നതും അതിനുവേണ്ടിയാണ്. വെള്ളാപ്പള്ളിയുടെ പല സ്റ്റേറ്റ്മെൻറ്റിന് പിന്നിലും സംഘപരിവാറിൻ്റെ ബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. SNDP ശാഖ അംഗങ്ങളുടെ യോഗം വിളിക്കുന്ന മണ്ടത്തരം CPM ചെയ്യില്ലെന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഈ ഒരു നീക്കത്തിൽ നിന്നും പിണറായി തന്നെ പാർട്ടിയെ തടയുമെന്നാണ് ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്താണ് പിണറായി സർക്കാർ അതിനിപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. വെള്ളാപ്പള്ളിമാരുടെ സംഘപരിവാർ അജണ്ട തുറന്നു കാട്ടുക എന്നത് CPM-ന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നയമാണ്. ഈ നയം CPM നടപ്പാക്കി തുടങ്ങിയത് തന്നെ തുഷാർ വെള്ളാപ്പള്ളിക്ക് പണി കൊടുത്തുകൊണ്ട് തന്നെയാണ്. വെള്ളാപ്പള്ളി കുടുംബത്തെയും അതോടൊപ്പം തന്നെ BJP-യെയും മാത്രമല്ല രാഷ്ട്രീയ നിരീക്ഷകരെ പോലും ഞെട്ടിച്ച ഒരു നീക്കമാണ് ഇപ്പോൾ പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.